ഏറ്റവും സ്നേഹമുള്ള പഠിതാക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ റമദാനിൽ ഏറ്റവും മഹത്തായ വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമയം കണ്ടെത്തുകയാണ്. അതിലും വലിയ ഒരു അനുഗ്രഹം മറ്റൊന്നില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സുബ്ഹ് നിസ്കാരാനന്തരം ഇന്ത്യയിൽ അല്ലാത്ത സ്ഥലങ്ങൾ സുബഹിക്ക് മുമ്പ് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ റമദാൻ അനുകൂലമാകാനും അതുവഴി അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ പേര് വരാനും നമുക്കൊക്കെ അള്ളാഹു അവസരമൊരുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ മഖ്റജ്, അതുപോലെ തന്നെ സിഫാത്തുൽ ഹുറൂഫിൽ അറബിയ്യ പഠിച്ചു, പിന്നെ ഇദ്ഗാമും പഠിച്ചു. ഇനി അക്ഷരങ്ങളുടെ തന്നെ മറ്റൊരു പ്രത്യേകതയിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ ഇസ്തിഅല, ഇസ്തിഫാൽ എന്ന സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്തിഅല എന്ന സിഫത്ത് നാവിന്റെ മുരട് ഉയർത്തി വായ നിറഞ്ഞ ശബ്ദം വരുന്നതാണ്. വായ നിറഞ്ഞ കനമുള്ള ശബ്ദം ആണ് ഇസ്തിഅലഇന്റെ അക്ഷരങ്ങളിൽ ഉണ്ടാവുക. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇസ്തിഫാൽ എന്ന് പറയുമ്പം മുസ്തഫീലായ സിഫത്തുകളിൽ പെട്ട അക്ഷരങ്ങൾ അത് സബത ഇസ്സു മൻ യുജവ്വിദു ഹർഫഹു ഇദ് സല്ല ശക്ക. ഈ 21 അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളിൽ നാവിന്റെ മുരടൊക്കെ താഴ്ന്ന് നേരിയ ശബ്ദമാണ് പുറപ്പെടേണ്ടത്. അതിൽ നമുക്ക് കാണാം സബത ഇസ്സു മൻ യുജവ്വിദു ഹർഫഹു, റാ അതിൽ കാണാം. അതുപോലെ തന്നെ ഇദ് സല്ല, ലാമും കാണാം. എന്നാൽ റാഇനും ലാമിനും പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. റാഉം ലാമും ഇസ്തിഫാലിലാണ് നമ്മൾ നേരത്തെ പരിഗണിച്ചതെങ്കിലും റാഇനും ലാമിനും ഇസ്തിഫാലും ഇസ്തിഅലാഉം മാറി വരും. ചിലപ്പോൾ റാ അല്ലെങ്കിൽ ലാം വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടതായിട്ടുണ്ട്, ചിലപ്പോൾ നേരിയ ശബ്ദവുമായിരിക്കും. ലാമിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളെ ഉള്ളൂ എങ്കിലും റായിൽ കുറച്ചുകൂടി സങ്കീർണമായ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട സാഹചര്യം റായിനും ഉണ്ട്. നേരത്തെ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തവരുണ്ടാകും, അവർക്കൊരു പൊടി തട്ടിയെടുക്കലോ, തീരെ തഫ്ഖീം തർഖീഖ് അറിയാത്ത ആളുകൾക്ക് അതൊരു പുതിയ ജ്ഞാനാനുഭവമായിരിക്കും. ഇതിന് നമ്മൾ ഇസ്തിഅല, ഇസ്തിഫാൽ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ഒരു വ്യത്യാസത്തിന് അത്തഫ്ഖീമു വത്തർഖീഖ്, അത്തഫ്ഖീമു വത്തർഖീഖ് എന്നാണ് പ്രയോഗിക്കുക. അത്തഫ്ഖീമു വത്തർഖീഖ്. തഫ്ഖീം, തർഖീഖ്. തഫ്ഖീം എന്ന് പറഞ്ഞാൽ ഫഖമ യുഫഖിമു തഫ്ഖീമൻ, വായ നിറച്ച് ശബ്ദം ഉണ്ടാക്കുക. തർഖീഖ് എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദം പുറപ്പെടുക. അപ്പോ എന്താണ് തഫ്ഖീം, എന്താണ് തർഖീഖ് എന്നിപ്പോ നമ്മൾ പറഞ്ഞു. ഇനി ഓരോന്നിന്റെയും സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. ഓരോന്നും എപ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത്. സ്ക്രീന് കാണുന്നുണ്ടല്ലോ.
അപ്പോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അത്തഫ്ഹീം എന്നും തർക്കീഖ് എന്നും എഴുതുക എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തഫ്ഹീം തർക്കീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇസ്തിഅലാ പോലെ വണ്ണിച്ചുച്ചരിക്കുക. തർക്കീഖ് എന്ന് പറഞ്ഞാൽ നേർപ്പിച്ച് ഉച്ചരിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഹുക്മുൽ അലിഫി. അലിഫിന്റെ ഹുക്ം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മദ്ദക്ഷരം ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യ. ഫത്ഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു, കെസ്റിനെ നീട്ടാൻ യാ ഉപയോഗിക്കുന്നു, ദമ്മിനെ നീട്ടാൻ വാവും ഉപയോഗിക്കുന്നു. ആ അലിഫിന് തഫ്ഹീമും തർക്കീഖും മാറി മാറി വരും. تكون الألف تابعة للحرف الذي قبلها من حيث التفخيم والترقيق فتفخم بعد المفخم. എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാഇന്റെ അക്ഷരത്തെ നീട്ടാൻ അലിഫ് വന്നാൽ അലിഫും കൂടി ഇസ്തിഅലാ ചെയ്യണം, അല്ലെങ്കിൽ തഫ്ഖീം ചെയ്യണം. ഉദാഹരണം അവിടെ കണ്ടല്ലോ, ഖാലിദീന, ഖാലിദീന, ഖാലിദീന കണ്ടല്ലോ. ഖ ഖുസ്സ ദഗ്തിൻ ഖിദ്, ഖ എന്നത് ഇസ്തിഅലാഇന്റെ അക്ഷരാണ്. അപ്പൊ അത് ഇസ്തിഅലാഇന്റെ അക്ഷരമായതുകൊണ്ട് തന്നെ അതിനെ നീട്ടാൻ അലിഫ് വന്നാൽ അലിഫും കൂടി എന്ത് ചെയ്യണം? അലിഫും കൂടി ഇസ്തിഅലാ ചെയ്യണം, അതിന് തഫ്ഹീം ചെയ്യുക എന്നാണ് പറയുക. ഖാ വായ നിറഞ്ഞു വരുമ്പോൾ അത് നീട്ടുമ്പോഴും ഖാ, നീട്ടുന്നത് അലിഫാണല്ലോ, നീട്ടുന്നത് അലിഫാണ്. അപ്പൊ പിന്നെ അത് ഖാ അല്ല, നീട്ടുമ്പോ ഖാ അല്ലല്ലോ പറയുന്നത്. ഖാ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, പിന്നെ നീട്ടുകയാണ്. ഖാ എന്നുള്ള ശബ്ദം അലിഫ് വന്നതുകൊണ്ട് നീട്ടുന്ന ശബ്ദമാണ്. അതിന്റെ മഖ്റജ് നമ്മൾ പറഞ്ഞല്ലോ, ജൗഫാണ് അല്ലെ? മഖ്റജ് പഠിച്ചപ്പോ പറഞ്ഞിട്ടില്ലേ, ജൗഫ്. ഖാഇന്റെ മഖ്റജ് തൊണ്ടയുടെ മേൽഭാഗമാണെങ്കിൽ ആ അലിഫ് നീട്ടുമ്പോൾ ഉള്ള മഖ്റജ് ജൗഫാണ്. ജൗഫ് എന്ന് പറഞ്ഞാൽ വായുടെ തൊണ്ടയുടെ അന്തരീക്ഷം. അപ്പൊ ഒരാൾ ഇങ്ങനെ ഓതുന്നു, അത് തെറ്റാണ് എന്നാ പറഞ്ഞത്. ഖ എന്നത് മാത്രം തഫ്ഹീം ചെയ്ത് നീട്ടുമ്പം നേരിയ ശബ്ദമാക്കി മാറ്റാണ് ഒരാള്. അത് തെറ്റാകുന്നു. ഖ എന്നെ ഓതണം. അപ്പോ ഖാല എന്ന് ഓതുന്ന ആളുകൾ ഉണ്ടാവും, അപ്പൊ തെറ്റാണ്. അടുത്ത് നോക്കൂ, വൽ ഖായിമീന, അവിടെ വൽ ഖായിമീന എന്ന് ഓതിയാൽ അത് തെറ്റാകുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റാണ്. അതാണ് ഹുക്മുൽ അലിഫ്. തഫ്ഖീം വന്നാൽ, തഫ്ഖീമിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാൽ അതെന്ത് ചെയ്യണം? തഫ്ഖീമിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാൽ അലിഫിനെയും കൂടി തഫ്ഖീം ചെയ്യണം. അല്ലെങ്കിൽ ഇസ്തിഅലാഇന്റെ അക്ഷരത്തെ നീട്ടാൻ വേണ്ടി വന്നാൽ ഇസ്തിഅലാഇന്റെ അക്ഷരത്തെ നീട്ടാൻ വരുന്ന അലിഫിനെ ഇസ്തിഅലാഇന്റെ അക്ഷരം പോലെ തന്നെ തഫ്ഖീം ചെയ്യണം. എന്നാൽ ഇസ്തിഫാലിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാലോ, ബിസ്മില്ലാഹി ഖുലില്ലാഹുമ്മ ഇയ്യാക മിനസ്സമാഇ വന്നാസി, അവിടെ തർഖീഖ് ചെയ്യണം. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി പറ്റൂല. ഇയ്യാക, ഇയ്യാക
തെറ്റാകുന്നു. ഇയ്യാക ബിസ്മില്ലാഹി ഖുലില്ലാഹുമ്മ മിനസ്സമാഇ അന്നാസി. സിമ്പിളാണ്. അപ്പൊ ഹുക്മുൽ അലിഫ് ഇത്രയേ ഉള്ളൂ. ഇസ്തിഅലാഇന്റെ അക്ഷരത്തെ അഥവാ വായ നിറച്ചു പറയേണ്ട അക്ഷരത്തെ നീട്ടാൻ വന്ന അലിഫിനെ തഫ്ഖീം ചെയ്യണം. അവ വായ നിറച്ചു പറയണം. അല്ലാത്ത അക്ഷരങ്ങളെ, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെ, നേർപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫ് വന്നാൽ ആ അലിഫിനെ നേർപ്പിക്കണം, അഥവാ തർക്കീഖ് ചെയ്യണം. സിമ്പിൾ സംഭവം. അത്രേ എഴുതി വെക്കാൻ ഇപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി നമ്മള് ഹുക്മുൽ ലാം, ലാമിന്റെ ഹുക്മു പറയാം. എന്താണ് ലാമിന്റെ ഹുക്ം? ലാമും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ലാമിന്റെ ഹുക്മും പറയാൻ പ്രയാസമില്ല, വളരെ സിമ്പിളാണ്. ലാമ് സാധാരണ ഒരു ലാം എവിടെ വന്നാലും തർക്കീഖാണ്. എവിടെ ലാമ് വന്നാലും തർക്കീഖാണ്. ഉദാഹരണത്തിന് നമുക്ക് പിന്നെ മാലികി ല അല്ലെ, അൽഹംദു ല, അവിടെ അൽഹംദു എന്നല്ല ഓതുക, മാലികി എന്ന് ഓതൂല. സിറാത്തല്ലദീന എന്ന് ഓതോ ഇല്ല, സിറാത്തല്ലദീന. എവിടെ സാധാരണ ലാമു വന്നാലും തർക്കീഖാണ്. പിന്നെ എവിടെ ഈ തഫ്ഖീം, വായ നിറക്കുന്ന ലാം ഏതാണ്? അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ് അല്ലാഹ്. 99 നാമങ്ങളിൽ ഏതോ ഒന്ന് ഇസ്മുൽ അഅ്ളം ഉണ്ട്. ആ ഇസ്മുൽ അഅ്ളം വിളിച്ച് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും എന്ന് കുറെ ചർച്ചകളുണ്ട്. ആ ഇസ്മുൽ അഅ്ളം അല്ലാഹ് എന്നത് തന്നെയാണ് എന്ന ചർച്ചകളും ഉണ്ട്. അതാണ് ഇരിക്കട്ടെ. 99 നാമങ്ങളുടെ ഏത് നാമം എടുത്താലും ആ നാമത്തിന്റെ അർത്ഥവും അതിന്റെ ഉദ്ദേശവും എല്ലാം അല്ലാഹ് എന്ന പേരിലുണ്ട്. അല്ലാഹ് എന്ന പേരിന്റെ പ്രത്യേകത മറ്റെല്ലാ അസ്മാഉൽ ഹുസ്നയിലെയും മറ്റെല്ലാ പേരുകളിലെയും അർത്ഥം ഈ അല്ലാഹ് എന്ന പേരിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഒരു സവിശേഷമായ ഒരു പേരാണ് അല്ലാഹ്. ഇതിന് ഇസ്മുൽ ജലാല എന്നാണ് പറയാ. ഇസ്മുൽ ജലാല എന്ന് പറയും, അല്ലെങ്കിൽ ലഫ്ദുൽ ജലാല എന്നൊക്കെ പറയും. അപ്പൊ ഈ ഇസ്മുൽ ജലാല അത് ലാമാണ് അല്ലെ. അള്ളാഹ് എന്നുള്ളത് 2 ലാമാണ്, ഹംസ പിന്നെ 2 ലാം പിന്നെ ഒരു ഹാവും. അതാണ് ശരിക്കും അള്ളാഹ് എന്നുള്ളത്. അതൊരു രസം തന്നെയാണ് അല്ലെ. അള്ളാഹ് എഴുതി കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു ജലാലത്ത് തന്നെയാണ്, ഒരു ബഹുമാനം തോന്നും അള്ളാഹ് നിങ്ങളെ കാണുമ്പോൾ. മാത്രമല്ല മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഇദാ ദുകിറല്ലാഹു, അല്ലാഹ് എന്ന് പറയുന്ന കേട്ടാൽ വജിലത് ഖുലൂബുഹും, മുഅ്മിനീങ്ങളുടെ ഹൃദയം ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. അപ്പൊ അത് പറയേണ്ട രൂപത്തിൽ പറയണം, അല്ലാഹ് എന്ന് പറയണം. എവിടെയാണ് ഇതിന്റെ മഖ്റജ്? ലാമിന്റെ മഖ്റജ് തന്നെ. പല ആളുകളും അല്ലാഹ് എന്ന് പിന്നെ പല്ലിൽ നാവ് വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായും തെറ്റാണ്. ജീവിതത്തിൽ അല്ലാഹുവിനെ പറയാനറിയാതെ മരിച്ചു പോകരുത്. അങ്ങനെ പല ആളുകളുണ്ട്. കാണുന്നവർക്ക് തിരുത്തി കൊടുക്കണം. ലാം എവിടുന്നാണോ പറയുന്നത് അവിടെ തന്നെ വെക്കണത്. ല അല്ല, അല്ല എന്ന് പറയുന്ന അതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അല്ലാഹ്. അല്ല എന്ന് പറഞ്ഞ തർഖീഖ്, അല്ലാഹ് എന്ന് പറഞ്ഞ തഫ്ഖീം. അല്ലാഹ് എന്ന് പറഞ്ഞ തഫ്ഖീം. അപ്പൊ ജലാലത്തിന്റെ ഇസ്മിന് തഫ്ഖീം ഉള്ളൂ, പക്ഷെ അത് തന്നെ എപ്പോഴും ഇല്ല.
ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ജലാലത്തിന്റെ ഇസ്മിന് തഫ്ഖീം, അഥവാ വായ നിറച്ച് അള്ളാഹ് എന്ന് പറയണം. ഹുവല്ലാഹു സയുഅ്തീന അല്ലാഹു വഇദ് ഖാലു അല്ലാഹുമ്മ വദ്കുറുല്ലാഹ സ്ക്രീനിൽ കാണാം ഉദാഹരണം. ഇനി ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് കെസ്റാണെങ്കിലോ ബിസ്മില്ലാഹി അഫില്ലാഹി ശക് ഖുലില്ലാഹുമ്മ തർക്കീഖാണ്. ജലാലത്തിന്റെ ഇസ്മിന് തന്നെ തർക്കീഖാണ്. ബിസ്മില്ലാഹി നമ്മൾ ഓതൂലല്ലോ, അഫില്ലാഹി എന്ന് ഓതൂല, ഖുലില്ലാഹുമ്മ എന്ന് ഓതൂല. അപ്പൊ ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് എല്ലാ ലാമിനും തർക്കീഖാണ്, തഫ്ഹീം അല്ല, ജലാലത്തിന്റെ ഇസ്മിൽ ഒഴികെ. ജലാലത്തിന്റെ ഇസ്മിൽ തന്നെ ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫത്ഹോ മുമ്പ് ലമ്മോ ആണെങ്കിൽ ജലാലത്തിന്റെ ഇസ്മിന് തഫ്ഹീമാണ്. ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് കെസ്റാണ്, മുമ്പുള്ള അക്ഷരത്തിനെ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ മീമല്ലേ ജലാലത്തിന്റെ ഇസ്മിന് മുമ്പുള്ള അക്ഷരം, ബിസ്മി, അതിന് കെസ്റാണ്. അപ്പൊ ജലാലത്തിന്റെ ഇസ്മിന് തർക്കീഖാണ്. അഫില്ലാഹി ഫ കെസ്റാണ്. അപ്പൊ ജലാലത്തിന്റെ ഇസ്മിന് തർക്കീഖാണ്. തർക്കീഖ് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കീഖ് എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദം. അല്ലാഹ് തഫ്ഖീം, വണ്ണിച്ച ശബ്ദം. അല്ലാ ഫില്ലാഹി ബിസ്മില്ലാഹി ഖുലില്ലാഹുമ്മ നേരിയ ശബ്ദം, തർക്കീഖ്. ഇതും ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ ഹുക്മുൽ അലിഫ് സിമ്പിളാണ്, ഹുക്മുൽ ലാം ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, പിന്നെ ഒരു പ്രയാസവും ഇല്ല, വളരെ സിമ്പിളാണ്, യാതൊരു പ്രശ്നവുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. ഇനി നമ്മള് നേരെ അഹ്കാമു റാഇ, റാഇന്റെ ഹുക്മുകളിലേക്ക് കടക്കും. റാഇന്റെ ഹുക്മ്, റാഇന്റെ പിന്നെ തഫ്ഖീം തർത്തീഖ് പറയാം. ഇത് കുറച്ച് ശ്രദ്ധയോടെ പഠിച്ചെടുത്താൽ നല്ലതാണ്. ശ്രദ്ധയോടെ പഠിച്ചാൽ എന്താകും? മനസ്സിലാവും. ശ്രദ്ധിക്കാതിരുന്ന ചിലപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ റിലേ നഷ്ടപ്പെടും, ഒരു കണക്ഷൻ നഷ്ടപ്പെടും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. അപ്പൊ റാഇന്റെ ഹുക്മുകൾ പറയുമ്പോൾ എട്ട് അവസരങ്ങളിൽ റാഇന് തഫ്ഖീമാണ് എന്ന് ഇവിടെ കാണാം. 8 അവസരം. തുഫഖമു റാഉ ഫി 8 ഹാലാത്ത് വതുറഖഖു ഫി 4 ഹാലാത്ത് എന്ന് കാണാൻ പറ്റും. ഇവിടെ ബാങ്ക് വിളിക്കുന്നു, കഴിഞ്ഞിട്ട് തുടരും കേട്ടോ. ഓക്കെ, 8 അവസ്ഥകളിൽ റാഇന് തഫ്ഖീമും
4 അവസ്ഥകളിൽ റായിന് തർക്കീഖും എന്നും കാണാം. പക്ഷെ നമ്മള് 8 എന്നുള്ള ചുരുക്കി 5 ആക്കുകയാണ് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി കേട്ടോ. അപ്പം തർക്കീഖ് 4 തന്നെ. അപ്പൊ 5 അവസരങ്ങളിൽ തഫ്ഖീമും പിന്നെ 4 അവസരങ്ങളിൽ തർക്കീഖും. സിമ്പിൾ ആയിട്ട് പറയാം. ഒന്നാമത്തത് റായിന് ഫത്ഹോ ലമ്മോ ഉണ്ടാവും. തഫ്ഖീമാണ് പറയുന്നത് കേട്ടോ. ഹാലാത്തു തഫ്ഖീമി റായി. റായിന്റെ തഫ്ഖീം, റായിന് തഫ്ഖീം വരുന്ന അവസരങ്ങളാണ് പറയുന്നത്. റായിന് ഫത്ഹോ ലമ്മോ ഉണ്ടാവുക. റായിന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഖീമാണ്. അതിനർത്ഥം റാ എന്ന് പറയണം, ര എന്ന് പറഞ്ഞാൽ പോരാ. റു എന്ന് പറയണം, രു എന്ന് പറഞ്ഞാൽ പോരാ. രായും രൂയും തെറ്റാണ്. റബ്ബി സമാവാതി എന്ന് ഓതുന്നില്ല. റബ്ബി റബ്ബി അതുപോലെ റബ്ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി കണ്ട. അതുപോലെ തന്നെ കഫറു കഫറു തെറ്റാണ്. കഫറു 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 ക ഇസ്തിഫാലാണ്, ഫ ഇസ്തിഫാലാണ്. ഓരോ അക്ഷരം ശ്രദ്ധിക്കണം ഇനി പഠിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് റായോ റാ തഫ്ഖീമാണ്. കഫറു കഫറു റമദാന അർറഹ്മാനി അർറഹീമി. ഇതൊക്കെ റായിന് ഫത്ഹോ ദമ്മോ ഉണ്ടോ തഫ്ഖീം ചെയ്തിരിക്കണം, വായ നിറഞ്ഞു ഉച്ചരിക്കണം. അത് ഓതി പരിശീലിക്കാനാണ്. അതിന് പിന്നെ ദൗറത്തു തിലാവയിലൊക്കെ ജോയിൻ ചെയ്യണം. ഇവിടെ ഓതി ശരിയാക്കാൻ പറ്റും. നിങ്ങളിപ്പോ റാ ശരിയുണ്ടോ ഇല്ലെന്നൊക്കെ മനസ്സിലാവും. ഇതിപ്പോ നമ്മൾ നിയമങ്ങൾ പഠിക്കാം. റായിന് ഫത്ഹോ ദമ്മോ ആവുക ഒന്നാമത്തത്. ഇവിടെ ഫത്ഹ് വേറെ ദമ്മ് വേറെ ഒക്കെ ആയിട്ടാണ് അങ്ങനെ 8 ആയി പോകുന്നത്. നമ്മളത് സിമ്പിൾ ആയിട്ട് റായിന് ഫത്ഹോ ദമ്മോ ആവുക ഒന്നാമത്തത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ റായിന് ഗസർ എന്നാലോ അത് തർക്കീഖാണ്. ഇവിടെ പറയില്ല. നമ്മൾ തർക്കീഖ് പറയുമ്പോൾ പറയും ഫത്ഹും ദമ്മും ആണെങ്കിൽ തഫ്ഖീം. അപ്പൊ റായിന് സുക്കൂൻ ആണെങ്കിലോ, റായിന് സുക്കൂൻ വന്നാല് എങ്ങനെ ഉണ്ടാവും? രണ്ടാമത് നമ്മൾ പറയുന്നു റാ സാക്കിനും. സാക്കിൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ ആവുക കേട്ടോ. സാക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂൻ ആവുക. അപ്പൊ റായിന് സുക്കൂനായി, സാക്കിനായി. റാ സാക്കിനും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ഫത്ഹോ ലമ്മോ ആവുക. ഈസിയാണ്. ആദ്യത്തത് റാ ഫത്ഹോ ലമ്മോ ആവുക. രണ്ടാമത്തെ റാ സാക്കിനും തൊട്ടു മുമ്പുള്ള അക്ഷരം ഫത്ഹോ ലമ്മോ ആവുക. സിമ്പിളാണ്. റാ സാക്കിനും തൊട്ടു മുമ്പുള്ള അക്ഷരം ഫത്ഹോ ലമ്മോ ആവുക. സിമ്പിളാണ്. ഉദാഹരണത്തിന് മർയമ, റാ സാക്കിനും തൊട്ടു മുമ്പ് ഫത്ഹ സ്ക്രീനിൽ കാണാം. മർയമ. രണ്ടാമത്തത് റാ സാക്കിനുമാണ്, സുക്കൂനാണ്. റായിന് തൊട്ടു മുമ്പ് ഫത്ഹുവാണ്. തൊട്ടു മുമ്പുള്ള അക്ഷരം മീമാണ്. മീമിന് ഫത്ഹ ഉള്ളത്. അപ്പൊ അവിടെ മരിയമ എന്ന് ഓതിയ തെറ്റാണ്. ഖാലൂ യാ മരിയമു തെറ്റാണ്. ഖാലൂ യാ മർയമു മർയമു മറിയം. അപ്പോ മരിയമു തെറ്റും, മറിയമു ശരിയും. റാ റ് തഫ്ഖീം. അതുപോലെ തന്നെ റാ സാക്കിന് തൊട്ട് മുമ്പ് ലമ്മ. അതിന് ഉദാഹരണം ഏതാ? അതിന് ഉദാഹരണം ഖുർആൻ അല്ലെ? ഖുർആൻ ഖാഫ് ലമ്മ റാ സുക്കൂൻ. ഖുർആൻ 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 എന്ന് ഓതിയ തെറ്റാകും. ഖുർആൻ എന്ന് ഓതണം. ഖുർആൻ. അപ്പൊ നമ്മൾ 2 പഠിച്ചു. റായിന് ഫത്ഹോ ലമ്മാവുക. രണ്ടാമത്തത് റാ സാക്കിനും തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്ഹോ അല്ലെങ്കിൽ ലമ്മോ ആവുക. 2 ഇതിലത് 4 ഫത്ഹും ദമ്മും വേറെ വേറെ പറയാം. അതിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പൊ 2 കഴിഞ്ഞു. ഇനി 3 ഉള്ളൂ. ഇനി മൂന്നാമത്തത്
റാ സാക്കിനും അതിന് മുമ്പുള്ള അക്ഷരവും സാക്കിന്. റാ സാക്കിന് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരവും സാക്കിന്. അതിന് മുമ്പുള്ള അക്ഷരം ഫത്ഹു ദമ്മു ആവുക. സിമ്പിൾ തന്നെ. റാ സാക്കിനും അതിന് മുമ്പുള്ള അക്ഷരവും സാക്കിന്, എന്നാൽ അതിന്റെ മുമ്പ് ഉള്ള അക്ഷരം ഫത്ഹോ അല്ലെങ്കിൽ ദമ്മോ ആയി, അഥവാ മുകളിൽ ഇടുന്നതായി. ഫത്ഹും ദമ്മും മുകളിൽ, കസർ താഴെയല്ല ഇടാം. ഒന്നുകൂടി പറയാം. റാ സാക്കിനും തൊട്ട് മുമ്പുള്ള അക്ഷരം, റായിന് തൊട്ട് മുമ്പുള്ള അക്ഷരം, അതിനും സാക്കിന്, അതും സാക്കിൻ, അതിന് സുക്കൂൻ. അതിനു മുമ്പുള്ള അക്ഷരം, റായിനും ഈ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ദമ്മോ ആയി. ഉദാഹരണം അവിടെ നിങ്ങൾക്ക് കാണാം. വൽ അസ്ർ, നിർത്തുമ്പോ വൽ അസ്രി എന്നാണ് പിന്നെ ഖുർആനിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ നിർത്തുകയാണെങ്കിൽ വൽ അസ്ർ സുക്കൂനിലാണ് നിർത്തുന്നത്. അതായത് പരിഗണിക്കുള്ളൂ. നമ്മൾ എന്താ ഉച്ചരിക്കുന്നത് അതാണ് പരിഗണിക്കുക, എഴുത്തല്ല പരിഗണിക്കുക. എഴുത്ത് ഖുർആനിൽ പിന്നെ പാരായണത്തിൽ പരിഗണിക്കൂല. നിർത്തുമ്പോൾ സുക്കൂനായിട്ടില്ല നമ്മൾ നിർത്തുന്നത്. അപ്പോ റാഇന് സുക്കൂൻ, വൽ അസ്ർ സുക്കൂനാണ്. റാഇന് തൊട്ട് മുമ്പുള്ള സാദിനും സുക്കൂനാണ്. അതിനു മുമ്പുള്ള ഐനിന് ഫത്ഹാണ്. അതുകൊണ്ട് റാ തഫ്ഖീമായിരിക്കും. വൽ അസ്ർ, വൽ അസ്ർ എന്ന് ഓതൂല, തെറ്റാണ്. വൽ അസ്ർ എന്നേ ഓതുള്ളൂ. വൽ അസ്ർ എന്നേ ഓതുള്ളൂ, അതാണ് ശരി. ഇനി റാ സാക്കിനും തൊട്ട് മുമ്പുള്ള അക്ഷരം സാക്കിനും അതിന് മുമ്പുള്ളത് ദമ്മു ആയതിന് ഉദാഹരണം ഉണ്ടോ നോക്കുക. അതാ ഖുസ്ർ, അതേ സൂറത്തിൽ തന്നെ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഖുസ്ർ, ഖുസ്ർ കണ്ടോ. റാ സാക്കിനും തൊട്ട് മുമ്പുള്ള സീനിനും സുക്കൂനാണ്, അതിന് മുമ്പുള്ള ഖായിനും ദമ്മാണ്. അപ്പൊ അത് തഫ്ഖീമാണ്. റാ സാക്കിൻ തൊട്ട് മുമ്പുള്ള അക്ഷരവും സാക്കിൻ, അതിനു മുമ്പ് ഫത്ഹോ ദമ്മോ ആവുക. മൂന്നെണ്ണായി തഫ്ഖീമിൽ. നാലാമത്തതിലേക്ക് വന്നാൽ ഏതാണ് നാലാമത്തത്? ശ്രദ്ധിച്ചോളൂ. റാ സാക്കിനും തൊട്ട് മുമ്പ് താൽക്കാലിക കെസ്റുമാവുക. അതെന്താണെന്ന് പറയാം. ഈ താൽക്കാലികം എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികം എന്ന് പറഞ്ഞാൽ നിർത്തുമ്പോൾ ഉണ്ടാവും, കൂട്ടി ഓതുമ്പോൾ ഉണ്ടാവൂല. അതാണ് താൽക്കാലികം. പല സംഗതികളുണ്ട് അങ്ങനെ. ഉദാഹരണത്തിന് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു എന്ന് ഹംസയല്ലേ ഉച്ചരിക്കുക. എന്നാൽ കൂട്ടി ഓതുകയാണെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിൽഹംദു, മിൽഹംദു എന്ന് ഓതുക. അപ്പൊ ഹംസ അവിടെ പോയി കൂട്ടി ഓതുമ്പോ ഹംസ ഉണ്ടാവില്ല. അപ്പൊ ആ ഹംസ താൽക്കാലിക ഹംസയാണ്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം